നമസ്കാരം. നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ എക്കാലത്തും അറിയപ്പെടുന്ന നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. ഇപ്പോൾ ഇന്നലെ ആയിരുന്നു അദ്ദേഹം മരിച്ചതിൻ്റെ 3 ആണ്ട് ഇന്നലെ തികയായിരുന്നു. അപ്പം കോൺഗ്രസ് വലിയ തരത്തിലുള്ള പ്രോഗ്രാമുകൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ തന്നെ നടത്തിയൊരു പ്രോഗ്രാമായിരുന്നു. അപ്പം അവിടെ ഈ പറഞ്ഞ പോലെ എല്ലാ കോൺഗ്രസിൻ്റെ ഈ പറഞ്ഞ പോലെ കെ സി വേണുഗോപാലുണ്ട്, പല നേതാക്കന്മാരുണ്ട്. പക്ഷെ അവിടെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തുനിന്ന മറ്റൊരാളായിരുന്നു വി ഡി സതീശൻ. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് കൂടിയായ വി ഡി സതീശൻ്റെ ഒരു അഭാവം വലിയ തരത്തിൽ അവിടെ കണ്ടായിരുന്നു. അതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. ചാണ്ടി ഉമ്മൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തെ വിളിക്കാൻ ബന്ധപ്പെടാൻ ശ്രമിക്കപ്പെട്ടു, പക്ഷേ അദ്ദേഹത്തെ കോൺടാക്റ്റിൽ കിട്ടിയില്ല എന്നുള്ള കാര്യം പറയുന്നു. മറുവശത്ത് മറ്റൊരു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം സതീശനെ ആരും വിളിച്ചില്ല എന്നുള്ളതും അതുകൊണ്ട് മാത്രം സതീശൻ പോവാണ്ട് എന്നതും എന്തായിക്കൊള്ളട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയതിനു ശേഷം വി ഡി സതീശൻ ഈ പറഞ്ഞ പോലെ അവിടെ പോകുന്നു. ഉമ്മൻചാണ്ടിയുടെ അവിടെ പോയി പുഷ്പാർച്ചന നടത്തി തിരിച്ചു പോരുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടായിരുന്നു. അതെ, ഉമ്മൻചാണ്ടിയെ ഉപയോഗിച്ച് പല നേതാക്കളും ഉമ്മൻചാണ്ടി ആ സദസ്സിൽ വെച്ചെങ്ങാണ്ട് സതീശന് ഈ പറഞ്ഞ പോലെ പരസ്യ വാണിംഗ് അടക്കം കൊടുക്കുന്നത് നമ്മൾ കണ്ടു. പേരെടുത്ത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഒരു യുവ KSU നേതാവിന് വേണ്ടിയിട്ടായിരുന്നു VM സുധീരൻ എന്ന് പറഞ്ഞൊരു നേതാവ്. ഇത്തരത്തിലുള്ള കോൺഗ്രസിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും, അതൊന്നും കണ്ട് ഭയപ്പെടേണ്ട, പോരാടാനുള്ളത് പോരാടുക തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് വലിയ തരത്തിൽ പ്രചോദനം അലോഷ്യസിന് കൊടുക്കുന്നതെല്ലാം നമ്മൾ കണ്ടതായിരുന്നു. അപ്പം കാര്യങ്ങൾ കിടപ്പ് ഇങ്ങനെ ആകുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ആ വേദി എന്തിനുപയോഗിച്ചു എന്നുള്ളത്, ഉമ്മൻചാണ്ടിയെ വിൽക്കപ്പെടുകയാണോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് ഈ പറഞ്ഞ പോലെ സതീശനെ ഒതുക്കാൻ നോക്കുകയാണോ എന്നുള്ള തരത്തിൽ വലിയ ചോദിച്ചിട്ടുണ്ട്. ആരാണ് VM സുധീരൻ കൂടി നോക്കണം. പല രാഷ്ട്രീയ പ്രവർത്തകരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയെ ഈ കസേരയിൽ നിന്ന് ഇറക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഒരു നേതാവ് കൂടിയാണ് VM സുധീരൻ എന്നുള്ളത് പല രാഷ്ട്രീയക്കാരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ളൊരു വേദിയിൽ, മഹനീയമായൊരു വേദിയിൽ ഒരിക്കലും രാഷ്ട്രീയപരമായ കാര്യങ്ങൾ പറയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ സ്വന്തം മുന്നണിക്കുള്ളിൽ തന്നെ കുറ്റം പറയുന്ന ഒരു സമ്പ്രദായത്തിലുള്ള ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ വേദി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അപ്പം യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? നമ്മൾ ആ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ പോലെ സതീശനോട് ടാർഗറ്റാണ്. CPM മാത്രമല്ല BJPയുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്കും സതീശനോട് തടസ്സമാണ്. അതിനേക്കാൾ കൂടുതൽ കോൺഗ്രസ്സിൽ ഇപ്പം ഇവർ കണക്ക് കൂട്ടുമ്പോൾ 10 വർഷം കൂടെ സതീശൻ മുഖ്യമന്ത്രിയായിട്ടിരുന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യത അറിയപ്പെട്ട നമ്മൾ വേണുഗോപാലാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും ബെന്നി ബെഹനാനാണെങ്കിലും ഇങ്ങനെയുള്ളവരൊക്കെ പ്രായത്രയാവും. ഒരു 10 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് അവർ 75-80 പിരിലായെത്തും. 75 അത് കഴിയും. അവർക്ക് പിന്നെ ഒരു മുഖ്യമന്ത്രി സ്ഥാനം നമ്മൾ പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ ഇവർക്കുള്ള മുമ്പിലുള്ള എളുപ്പ വഴി എന്താ? പണ്ട് കാലത്ത് കളിച്ച പോലെ എത്രയും പെട്ടെന്ന് സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് പുറത്തിറക്കുക. ഇപ്പോൾ ഇവർ കണക്ക് കൂട്ടുന്നത്, ഇവർക്ക് ഇപ്പോഴും പലർക്കും തെറ്റിദ്ധാരണയുണ്ട്, നാളെ രാഹുൽ ഗാന്ധി തന്നെ ഇവരുടെ ഡിമാൻഡിനെ അംഗീകരിക്കും, MLA-മാരുടെ ഒപ്പ് ശേഖരണം, ഇങ്ങനെ എല്ലാ സ്റ്റേറ്റിലും നടക്കുന്ന കാര്യമാണ്. കർണാടകയിൽ എല്ലാ സ്റ്റേറ്റിലും ഡൽഹിയിലേക്ക് പര്യടനം നടത്താൻ പോവുക, രാഹുൽ ഗാന്ധിയെ കാണുക, ഉടനെ സതീശനെ മാറ്റണം അല്ലെങ്കിൽ കേരളം ഇടിഞ്ഞു വീഴും, ഇങ്ങനത്തെ പ്രചാരണം. പക്ഷേ ഇത് സതീശന് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു ഗുണം, ഒരു ഗ്രൂപ്പുമായിട്ട് സതീശൻ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടില്ല, ഒരു ജാതിയുമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടില്ല. അങ്ങനെ ചുരുക്കം ചില കോൺഗ്രസ് നേതാക്കളെ ഉള്ളൂ, അതിലൊരാൾ സതീശനാണ്. മാത്രമല്ല സതീശൻ ആരുടെയും ഔദാര്യത്തിലല്ല മുഖ്യമന്ത്രിയായത്. രാഹുൽ ഗാന്ധി സതീശനെ പ്രൊജക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞോ? സതീശനായിരിക്കും അടുത്ത മുഖ്യമന്ത്രി രാഹുൽ പറഞ്ഞില്ല. മറിച്ച് രാഹുലിൻ്റെ ചോയ്സായിട്ട് ഒത്തിരി പേരുണ്ടെന്ന് സ്വയം ഇവിടെ അഭിനയിച്ചു. KC വേണുഗോപാൽ രാഹുലിൻ്റെ രഹസ്യം സൂക്ഷിപ്പുകാരനാണ്, പ്രിയങ്കയുടെ രഹസ്യം സൂക്ഷിപ്പുകാരനാണ്, അടുത്ത മുഖ്യമന്ത്രി ഓട്ടോമാറ്റിക് ചോയ്സ് KC വേണുഗോപാലിന്. അതിന് പിന്നെയും കാരണമുണ്ട്. KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുന്ന MLA-മാർ ഇഷ്ടം പോലെ. കാരണം ടിക്കറ്റ് കിട്ടിയില്ലാന്ന് പ്രതീക്ഷിച്ചിരുന്ന പലർക്കും MLA സ്ഥാനാർത്ഥിത്വം മേടിച്ചു കൊടുത്താരാ? ഹൈക്കമാൻഡിൻ്റെ ലേബൽ ഉപയോഗിച്ചുകൊണ്ട് ആര് ചെയ്തു? KC വേണു. അപ്പോൾ അതിനൊരു കടപ്പാടുകൾ വന്നു. പിന്നെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ഒരു വലിയ ഇഷ്യമായിട്ടാണ് പറഞ്ഞത്. അതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവശ്യമുള്ള ഫണ്ട് അറേഞ്ച് ചെയ്തെടുത്ത KC വേണുഗോപാൽ. അത് ഇവിടെ നിന്നാരും അന്വേഷിക്കുന്നില്ല. ഇവനെ ആലോചിയൊക്കെ അംഗീകരിക്കേണ്ട കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കറപ്ഷൻ ഒരു എലിമെൻ്റായിട്ട് കൊണ്ടുവന്നേരാം. കറപ്റ്റ് പണി, തെറ്റായ പൈസ, ഇത് എലിമെൻ്റായിട്ട് കൊണ്ടുവന്നേരാം. പ്രധാനിപ്പോൾ KC വേണുഗോപാൽ അതിനു മുമ്പ് തുടങ്ങിയായിരുന്നു. ഏറ്റവും കൂടുതൽ തുടങ്ങിയിരിക്കുന്നതാണ്. ചാണ്ടി ഉമ്മൻ അത് വേണ്ടി വന്നില്ല. ഇനി ഉമ്മൻചാണ്ടിയുടെ യോഗത്തിലുള്ള കാര്യം തന്നെ, സാധാരണ എല്ലാവരും കൂട്ടിച്ചേർക്കാനാണ് ഉമ്മൻചാണ്ടി നോക്കിയിരിക്കുന്നത്. എത്ര ശത്രുവുള്ളതാണ് കെട്ടിപ്പിടിക്കാനാണ് ഉമ്മൻചാണ്ടി നോക്കുന്നത്. ഇവിടെ നേരെ ഉമ്മൻചാണ്ടിക്ക് ആത്മാവിനൻ്റെ താല്പര്യങ്ങൾക്ക് നേരെ വിരുദ്ധമായി സതീശനെ അവോയ്ഡ് ചെയ്യാനാണ് നോക്കിയത്. ഇത് തന്നെ ഇവർ പിന്നെ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽപ്പെട്ടവർ, പേര് ഞാൻ പറയുന്നില്ല, ഇതിനു മുമ്പ് കാണിച്ചിരിക്കുന്നത് ചാണ്ടി ഉമ്മനെ പാലക്കാട്ടേക്ക് കയറ്റിയോ, നിലമ്പൂർ ഇലക്ഷൻ അടുപ്പിച്ചോ? അയാൾ തന്നെ നടക്കായിരുന്നു അവിടെ. നമ്മൾ ഓർക്കുന്നുണ്ടോ രംഗം? ആരും ഇയാളെ സ്വീകരിക്കാനില്ല.
ഇയാൾക്ക് വേണ്ടി യോഗ അറേഞ്ച് ചെയ്യാനില്ല. പക്ഷേ ഇയാൾ ചെല്ലുന്നിടത്തെല്ലാം ആളുണ്ടായിരുന്നു. ചാണ്ടി ഉമ്മൻ പോപ്പുലർ ഇലക്ഷൻ ക്യാമ്പയിനറായിട്ട് മാറി. അപ്പോൾ ഇവർ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഒഴിവാക്കി തങ്ങൾ നേതാവാകുക. കഴിവുണ്ടല്ലോ. കഴിവുണ്ടെങ്കിൽ പേടിക്കേണ്ട, ആരെയും പേടിക്കണ്ട. ചാണ്ടി ഉമ്മനെയും പേടിക്കേണ്ട, സതീശനെയും പേടിക്കേണ്ട, ആരെയും പേടിക്കേണ്ട. അത്തരം കഴിവില്ലാത്തതുകൊണ്ട് ഗ്രൂപ്പുകളിൽ കൂടെ മാത്രമേ, അല്ലെ സമുദായ പ്രീണനത്തിൽ കൂടെ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപറ്റം നേതാക്കളുണ്ട്. അവരുറപ്പായിട്ടും ഈ കളിക്ക് കൂട്ടുനിൽക്കും. ഇവിടെ സംഭവിച്ചുകൊണ്ട് കോൺഗ്രസ് സംഭവിക്കുന്നൊരു കാര്യം ഇതാ. എന്താ ഉമ്മൻചാണ്ടിയോട് ഇവർ ചെയ്ത ദ്രോഹം എന്താ? ഇപ്പോൾ ഈ ഒറ്റ കാര്യം, ഇവർക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടോ, ചാൻസ് ഉണ്ടോ? ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയി ഒരു പുഷ്പം നടത്താനുള്ള ധാർമ്മിക അവകാശം ഇവർക്കുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ കല്ലറ നേരെ ഇങ്ങനെ എഴുന്നേറ്റ് ഓടും. ഉമ്മൻചാണ്ടി പാർട്ടി പ്രവർത്തകരുടെ ഉമ്മൻചാണ്ടിയാണ്, സാധാരണക്കാരുടെ ഉമ്മൻചാണ്ടിയാണ്, ഹൈക്കമാൻഡിൻ്റെ ഉമ്മൻചാണ്ടി അല്ല. ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ ഹൈക്കമാൻഡ് നേതാക്കന്മാരെ കാണാൻ കുറച്ച് പോയിരിക്കുന്ന നേതാവ് ഉമ്മൻചാണ്ടി ആയിരിക്കും. ആന്റണിയും കരുണാകരനും ബാക്കി നേതാക്കന്മാരൊക്കെ വേണുഗോപാലും ഒക്കെ ഒത്തിരി പ്രാവശ്യം പോയിട്ടുണ്ട്. ഏറ്റവും കുറച്ച് ഹൈക്കമാൻഡിനെ കാണാൻ പോയിരിക്കുന്ന നേതാവ്, ഡൽഹി പര്യടനം നടത്തിക്കുന്ന നേതാവ് ഉമ്മൻചാണ്ടിയാണ്. അത് തന്നെ ഏറെക്കുറെ സതീശനെ ഹൈക്കമാൻഡ് അംഗീകരിക്കേണ്ടി വരും. ഇതാദ്യം തന്നെ ഹൈക്കമാൻഡ് അംഗീകരിച്ചെങ്കിൽ ഇത്തരം പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. ഇന്നലെ എൻ്റെ ചർച്ച പറഞ്ഞു, ഇതിൻ്റെ ടെസ്റ്റ് കേസിൽ പറയാൻ പോകുന്നത് എപ്പോഴാണെന്നറിയോ? അറിയാൻ പോകുന്നത് 35 സീറ്റിലേക്ക് ഇലക്ഷൻ നടക്കുക, പഞ്ചായത്ത് സീറ്റിലേക്ക് ബൈ ഇലക്ഷൻ. അവിടെ ഇടതുപക്ഷം ഒരു വിജയം നേടിയാൽ, കുറച്ചെങ്കിലും ജയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റിനെ ചോദ്യം ചെയ്യാനായിട്ട് ഒത്തിരി പേര് വരും. ഇവർ പ്രതീക്ഷിക്കുന്നതാണ്. മൊത്തം ആശയക്കുഴപ്പമുണ്ടാക്കി സതീശൻ ഗവൺമെൻറ് മോശമാണെന്നുള്ള ഇമേജ് സമൂഹത്തിൽ പരത്തി ആ ബൈ ഇലക്ഷനിൽ കോൺഗ്രസ് തോക്കണം എന്നുള്ളുകൊണ്ട് ആഗ്രഹിക്കുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്നാൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ളവരുണ്ട്. ആ ബൈ ഇലക്ഷനിൽ തോറ്റാൽ സതീശനും പറയാം, സതീശൻ്റെ കഴിവുകേടെന്ന് പറയും. ജയിച്ചതൊക്കെ ആരുടെ കഴിവായിരുന്നു? കഴിഞ്ഞ ഇലക്ഷനുകളെല്ലാം ജയിച്ചത് ആരുടെ മുടുക്കൊണ്ടെന്നാണ് പറയുന്നത്? സതീശൻ്റെ മുടുക്കൊണ്ട്. ഇപ്പോൾ തോറ്റാലോ ആരായിരിക്കണം ഉത്തരവാദി? സതീശനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഇലക്ഷൻ ബൈ ഇലക്ഷൻ വരുന്നതോട് കണക്കിലെടുക്കണം നീ. പക്ഷെ മറിച്ച് സതീശന് അനുകൂലമായിട്ട് പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവരാരെങ്കിലും ആലോചിച്ച് ഞാൻ ഇന്നലെ ചോദിച്ചു, ആലോചിച്ച് ആരെങ്കിലും ഈ പെൺകുട്ടികൾക്ക്, സ്ത്രീകൾ എന്ന് പറയുമ്പോൾ പെൺകുട്ടികളുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്, നൂറുകണക്കിന് ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികളുണ്ട്. പരീക്ഷ എഴുതാൻ പോകാൻ, ഹോൾ ടിക്കറ്റ് മേടിക്കാൻ പോകാൻ, ഒരാഴ്ച പരീക്ഷ ഇതിനൊക്കെ ദൂരെയുള്ള ടെസ്റ്റ്, PSC ടെസ്റ്റ് എഴുതാൻ പോകാൻ ഈ പെൺകുട്ടികൾക്കൊക്കെ പോകാനുള്ള സൗകര്യം ഇങ്ങനെ കിട്ടി, ഫ്രീ ആയിട്ട് പോകത്തില്ലേ? ഒരുമാതിരി എല്ലാ സ്ഥലത്തും KSRTC ഇൻ്റർ കണക്റ്റഡ് ആണ്. ഓർഡിനറി ബസ്സുകൾ ഇഷ്ടം പോലെയുണ്ട്. ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് വേണം പിന്നെയും കിട്ടും. ആ സൗകര്യം ചെയ്ത് കൊടുത്ത് സതീശനെ അനുമോദിക്കാൻ ഇവരാരെങ്കിലും വന്നിട്ടുണ്ടോ? അതെന്തി? ഒരു പ്രിയദർശിനിയും ബസ് എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയെങ്കിൽ സതീശൻ്റെ വണ്ടി കുഴി വീണെന്ന് പറഞ്ഞവർ, അല്ലെ ബ്രേക്ക് ഡൗൺ ആയെന്ന് പറഞ്ഞ് വിളിച്ചില്ല. അതാണ് പ്രശ്നം. വിമർശിക്കാനുള്ള എല്ലാ അവസരവും നോക്കിയിരിക്കുകയാണ്. അനുമോദിക്കാൻ, അഭിനന്ദിക്കാനുള്ളൊരു അവസരം ഒരു കയ്യിലെടുക്കുന്നില്ല. ഇനിയുണ്ട് പറയാം. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഗാർഡ് ഓഫ് ഓണർ പറയാമായിരുന്നല്ലോ. എന്തേ ഉണ്ടാത്ത? അത് ചെറിയ കാര്യമാണോ? മാനസികമായിട്ട് സൈക്കോളജിക്കലായിട്ട് വലിയൊരു കാര്യമായിരിക്കുന്നത്. പിന്നെ വാഹനങ്ങൾ, അകമ്പടി പോകുന്ന വാഹനങ്ങളുടെ എണ്ണം കുറച്ചു, അതിനെപ്പറ്റി ഉണ്ടാത്ത അഭിനന്ദിക്കാത്ത എന്താ? അതേസമയം ഒരു വാഹനം കൂടുതൽ, ഒരു മോട്ടോർ സൈക്കിളിലൂടെ കൂടുതൽ മേടിച്ചിരുന്നെങ്കിൽ പറഞ്ഞാൽ സതീശൻ ധൂർത്താണ്, ആർപ്പാടാണ്, കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ പറയാത്ത കാര്യമാണ് ചെയ്തിരിക്കുന്നത്, ഹൈക്കമാൻഡിന് മുമ്പിൽ ഞങ്ങൾ സത്യക്കും, ഹൈക്കമാൻഡ് ഇത് കാണും, ഹൈക്കമാൻഡ് എല്ലാം ഈ കൊച്ചു ഹെഡ് മാസ്റ്റർ വരുന്നുണ്ടെന്ന് പറയല്ലേ. ക്ലാസ്സിൽ പിള്ളേർ ബഹളം ഉണ്ടാക്കുമ്പോൾ ആരെങ്കിലും പറയേണ്ട ഹെഡ് മാസ്റ്റർ വരുന്നു പറയുമ്പോൾ എല്ലാവരും സൈലൻ്റ് ആവും. അതുപോലെയാണ് എന്തെങ്കിലും കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഉടനെ പറയും ഈ ഹൈക്കമാൻഡ് വരുന്നുണ്ട്. ആരാ ഹൈക്കമാൻഡ് എന്ന് എനിക്ക് വരാൻ നിങ്ങൾക്കും അറിയാം. ഹൈക്കമാൻഡ് പലപ്പോഴും ഈ പറഞ്ഞ പോലെ കേരളത്തിലെ ഒരു ജില്ലാ കമ്മിറ്റിയുടെ വില പോലും പലപ്പോഴും ഹൈക്കമാൻഡ് നമ്മൾ കൊടുക്കേണ്ടതില്ല എനിക്ക് പലപ്പോഴും തോന്നി. അല്ലെ ഹൈക്കമാൻഡ് എപ്പോഴാണ് വില വരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 4-5 തിരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ ആ ഫണ്ടിന്റെ ആവശ്യത്തിന് മാത്രം അതും ഇനി നിന്ന് പോകും. ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഹരിയാന ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഉടനെ ഇലക്ഷനുണ്ട്. ആ ഇലക്ഷനുകളിൽ കോൺഗ്രസ് ജയിക്കാതിരിക്കട്ടെ സാമാന്യം നന്നായിട്ട്, അപ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധിക്കും ഹൈക്കമാൻഡും വിലയുണ്ടാവും. മറിച്ച് അവിടെയും കൂടെ കോൺഗ്രസ് തോറ്റാൽ ഹൈക്കമാൻഡ് തോന്നും. ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് തെക്കേ ഇന്ത്യൻ സ്റ്റേറ്റുകളാണ്. തെക്കേ ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഹൈക്കമാൻഡിന് സ്വാധീനമില്ല, പക്ഷേ കോൺഗ്രസിന് സ്വാധീനമുണ്ട്. ആ കോൺഗ്രസ് സ്വാധീനത്തിൻ്റെ ബലത്തിലാണ് ആര് ജയിക്കുന്നത്? കോൺഗ്രസിന് ഈ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിയൊക്കെ ഇവിടെ ജയിക്കുന്നത്. അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കുക. ഞാൻ ഹൈക്കമാൻഡ് ആരാ? കേരളത്തിൻ്റെ ചുമതലയുള്ള ഹൈക്കമാൻഡ്, അല്ലെ സൗത്ത് ഇന്ത്യക്കാരൻ ഹൈക്കമാൻഡ്. KC വേണുഗോപാലിൻ്റെ പേര് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ് ഈ കേരളം ഒഴിച്ച് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇലക്ഷൻ വിക്ടറിയെക്കുറിച്ച് പറയാൻ പറ്റും. എന്താ പറയാൻ പറ്റാത്ത എന്താ?
KSU എത്ര NSU എത്ര യൂണിവേഴ്സിറ്റി ജയിച്ചിട്ടുണ്ട്, ഡൽഹി യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ. ഇദ്ദേഹം ചാർജുള്ള സെക്രട്ടറി അല്ലേ. വിദ്യാർത്ഥി പ്രവർത്തനത്തിൽ KSUവിനെ പറ്റി ഭയങ്കര പറയുമല്ലോ. എന്താ ജയിക്കാത്ത എന്തി? ഇദ്ദേഹം അഖിലേന്ത്യാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ KSUവിന് മറ്റ് സ്റ്റേറ്റിൽ ഇത് ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്നത്. അത് അലോഷിക്ക് വേണ്ടി പറയുകയാണ്. 23 വർഷത്തിൽ ആദ്യമായിട്ട് തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് യൂണിയൻ പിടിച്ചെടുത്തു. ആര്? SFI പിടിച്ചെടുത്തു. MSF KSU കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തി. അതാണ് വസീഫ് പറഞ്ഞത്. ഇതിന് അലോഷിക്ക് ഒന്നും പറയാനില്ലേ? അലോഷി KSUവിൻ്റെ നേതാവല്ലേ? എന്തുകൊണ്ട് തോറ്റു? അവിടെ പ്ലീഡർ ആരാ നിയമിച്ച്? എൻ്റെ സ്വന്തക്കാരനാണ്, ബന്ധക്കാരനാണ്, ആരുടെ ബന്ധക്കാരനെ നിയമിച്ചിരിക്കണമെന്ന് നോക്കി നടക്കുന്ന ഉത്തരവാദിത്തം KSUവിൻ്റെ പ്രസിഡന്റ് എടുക്കുമ്പോൾ അതിനേക്കാൾ ഗൗരവമുള്ള ജോലി അവിടെ ചെയ്യാനുണ്ട്. അല്ല, ഓരോ സംഘടനക്കും അവരുടേതായ ചുമതലയുണ്ട്. ഇപ്പോൾ ഈ KSUവിനെ സംബന്ധിച്ചുള്ള വിദ്യാർത്ഥി സംഘടനയാണ്. സ്വാഭാവികമായിട്ട് അവർ ഫോക്കസ് ചെയ്യേണ്ടി പറഞ്ഞ പോലെ ക്യാമ്പ് സെലക്ഷനിലോ യൂണിവേഴ്സിറ്റി പിടിച്ചെടുക്കാനും കൃത്യമായി UEC-മാരെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരെ ഉണ്ടാക്കാനും ഓരോ യൂണിവേഴ്സിറ്റിയിൽ അവരുടേതായ ചെയർമാൻ ഉണ്ടാക്കാനും ചെയർപേഴ്സൺ ഉണ്ടാക്കാനും ശ്രമിക്കേണ്ട ആ സ്ഥലത്ത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ജോലി മറന്നുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കേണ്ട കാര്യം മറന്നുകൊണ്ട് പൂർണ്ണമായും KPCC അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലുള്ള ഒരു ലോ മിനിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളോട് അദ്ദേഹം കടന്നു കയറുന്നു എന്നുള്ള സാധനം കൂടി വലിയ അതിനൊരു എൻക്രോച്ച്മെന്റ് ശരിക്കും. അത് തന്നെ അതിന് എടുക്കുന്ന മാർഗത്തെക്കുറിച്ചാണ് ഏറ്റവും നിന്ദ്യമായ മാർഗം. ഉമ്മൻചാണ്ടിയുടെ ചരമദിനം അതിനൊരു അവസരമാക്കി എടുത്തെങ്കിൽ അവിടെ തമ്മിത്തല്ലിൻ്റെ ഇവരുടെ വിഷം തുപ്പുന്ന മനസ്സിലുള്ള കാര്യങ്ങൾ അവിടെ തുപ്പിക്കളഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ശവകൂടത്തിൽ തുപ്പിക്കളയാനാണ് വന്നതെങ്കിൽ ചാട്ടവാറിന് അടിച്ചോടിക്കേണ്ടവർ ഉമ്മൻചാണ്ടിയുടെ ശവകൂടത്തിൽ അടിപ്പിക്കുക. എനിക്ക് തോന്നുന്നു ഇവർക്ക് ആർക്കും ഉമ്മൻചാണ്ടി ആരാന്നുള്ളത്. ഒരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ SFIയുടെ ആൾക്കാരും DYFIയുടെ ആൾക്കാരും കല്ലെടുത്തെറിയുന്നു. അദ്ദേഹം ഇന്നോവ ക്രിസ്റ്റയിലാണ് ആ സമയത്ത് സഞ്ചരിക്കുന്നത്. ആ കാറിന് ചില്ല് ഭേദിച്ചുകൊണ്ട് ആ കല്ലുകൾ വന്ന് അദ്ദേഹത്തിന് നെറ്റിയിൽ തട്ടുന്നുണ്ട്. അപ്പം ഒരുപാട് ചോര വരുന്നുണ്ട്, വലിയ തരത്തിൽ പ്രശ്നമാകുന്നു. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി തെരുവിലിട്ട് ആക്രമിക്കപ്പെട്ടു എന്നുള്ള കേസ് വരുന്നു. പോലീസ് അവരെ ഉടനെ അറസ്റ്റ് ചെയ്യുന്നു. വലിയ തരത്തിൽ പ്രശ്നത്തിലോട്ട് പോകുന്നു. നേരിട്ട് മുഖ്യമന്ത്രി നേരിട്ട് അവിടെ പോകുന്നു, പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. എന്നിട്ട് അവരോട് പറയുന്നു വേണ്ട, നാളത്തെ യുവതലമുറകളാണ്, ഇന്നത്തെ ഒരു ചോരത്തിളപ്പ് കൊണ്ട് അവർ ചെയ്തതായിരിക്കും. നാളെ അവർക്ക് കല്യാണം കഴിഞ്ഞ് അവരുടേതായ ഒരു കുടുംബജീവിതം തുടങ്ങേണ്ടതാണ്. ഇപ്പം തന്നെ കുട്ടികൾ വലിയ കേസിലോട്ടൊന്നും പോകണ്ട. ആ സമയത്ത് ഒരു ചേർത്തുളപ്പ് കൊണ്ട് മാത്രം ചെയ്തതാണ്. അപ്പോൾ അവരോട് ക്ഷമിച്ചു കൊടുക്കണം, അവരറിയാണ്ട് ചെയ്തതാണ്. ഇനി അങ്ങനെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാവാൻ നോക്കിയാൽ മതി. കുട്ടികളാണ്, ആ പ്രായത്തിൻ്റെ പ്രശ്നം മാത്രമാണ്. അല്ലാണ്ട് എനിക്ക് അവരോട് യാതൊരുവിധ ദേഷ്യമില്ല, അവർക്കെതിരെ കേസ് എടുക്കരുത് എന്ന് പറഞ്ഞൊരു നേതാവ് ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടിയാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഈ പറയപ്പെട്ട കുട്ടികളവിടെ വന്നായിരുന്നു. അദ്ദേഹം അവരൊന്ന് പരസ്യമായി പറയുന്നുണ്ട്, ഉമ്മൻചാണ്ടി അന്ന് ഞങ്ങൾക്ക് കാണിച്ചൊരു മാർഗ്ഗമുണ്ട്, ഇന്നും ആ മാർഗ്ഗം ഞങ്ങൾ കൂടെ പിടിക്കുക, അതിനുശേഷം ഞങ്ങൾ ആരെയും ആക്രമിക്കാൻ പോയിട്ടില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നല്ലൊരു വ്യക്തി അദ്ദേഹത്തെ അലോഷാണ് പറഞ്ഞാൽ അവർ SFIക്കാരാ പണ്ട് ഉമ്മൻചാണ്ടി കല്ലെറിഞ്ഞാൽ അവരെ ഈ വീട്ടുകാരെന്ന് പറഞ്ഞാൽ അലോഷാണ് പറഞ്ഞത്. അതെ, കാരണം അതാണല്ലോ പാരമ്പര്യം. അവരുടെ അവരുണ്ടാക്കിയിരുന്ന പാരമ്പര്യത. ഇന്നലെ ഞാൻ ആരെ കണ്ടാലും ചിരിക്കുമെന്നാണ് പറഞ്ഞത്. SFIക്കാരനെ കണ്ടാൽ ചിരിക്കുമില്ല, അതറിയത്തില്ല. ഇന്നലെ പരസ്യമായിട്ട് പറഞ്ഞോളൂ, ഞാൻ വലിയ മാന്യനാണ്, സതീശനെ കണ്ടപ്പം ചിരിക്കാൻ പോയതാണ്. സതീശനെ അവിടെ വെച്ചാൽ കാണേണ്ട ആളല്ലോ. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതേപോലെ ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് ആയിട്ട് അല്ലെങ്കിൽ അദ്ദേഹം KSUവിന്റെ നേതാവാണ്. എന്ത് ആന കുതിരക്കാർ വിദ്യാഭ്യാസ രംഗത്ത് എന്തൊക്കെ മലമറിക്കാനുള്ള കാര്യമായിട്ട് പറയാനുള്ള സീരിയസ് ഡിസ്കഷൻ ഉണ്ട്. അത് എത്രയോ ഒരു എഴുത്ത് അയക്കണേ, മെയിൽ അയക്കാൻ 100 മാല ഒഫീഷ്യലി ഇരുന്ന് കാണാലോ. ഈ പറഞ്ഞ പോലെ പബ്ലിക് ആയിട്ട് അല്ലല്ല. അതിനകത്ത് അലോഷി വലിയ സൂത്രം കാണിച്ചു. അലോഷിക്ക് കാണാനുള്ള പെർമിഷൻ കൊല്ലം ഗസ്റ്റ് കൊടുത്തു. അസം പറയോ അലോഷി ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്നില്ല. അല്ലല്ല, അലോഷിയെ കൊല്ലത്ത് അപ്പോൾ പറഞ്ഞു ഞാൻ അവിടെ കാണിയില്ല, ഞാൻ കന്യാകുമാരിലായിരിക്കും, അതുകൊണ്ട് പിന്നെ ഒരു ദിവസം കാണാമെന്ന്. അത് മുഖ്യമന്ത്രിക്ക് അപ്പോയിൻമെന്റ് കൊടുക്കുന്ന അങ്ങോട്ട് കൊടുക്കുക ആര്. അപ്പോൾ അവനോട് അങ്ങനെ പറഞ്ഞേ വല്ല കുഴപ്പമുണ്ടോ? നമ്മൾ പ്രധാനമന്ത്രിയെ വിളിച്ചുകൊണ്ട് എന്നെ കാണുന്നുണ്ടെങ്കിൽ ഇന്ന ഡേറ്റിൽ വരണം, നിങ്ങൾ തന്നെ അപ്പോയിൻമെന്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങൾ വല്ലതും പറയണ്ടേ? ആ സ്റ്റൈലാവും എടുക്കുന്നത്. അത് ഈ ധാർഷ്ട്യം, സതീശന് ധാർഷ്ട്യം ഉണ്ടെന്ന് പറഞ്ഞു, കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ സതീശൻ ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ ധാർഷ്ട്യം കുറച്ച്. ഇതൊന്നുമില്ലാതെ ഞാനാണ് UDF-നെ ജയിപ്പിച്ചെന്നൊക്കെ കയറി വിടുക പറയണമെങ്കിൽ അലോഷി ആർഷോയേക്കാൾ ഒരു പടി മുമ്പിലാണോ പുറകിലാണോ എന്ന് മാത്രമേ എനിക്ക് സംശയം.